സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ 5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി ഓണസമ്മാനമായി സർക്കാർ നടപ്പാക്കും. സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരെയും ഒഴിവാക്കില്ല. പ്രതിവർഷം 12,000 രൂപ വീതം നൽകുന്ന പദ്ധതിക്കായി സർക്കാർ 500 മുതൽ 600 കോടി രൂപ ബഡ്ജറ്റിൽ നീക്കിവെക്കും. ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥിനികൾക്കായിരിക്കും ധനസഹായം. സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥിനികളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉയർന്ന ഫീസ് നൽകി പഠിക്കുന്ന ഇവർക്ക് ആനുകൂല്യം നൽകിയാൽ എതിർപ്പുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത ഘട്ടത്തിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കും. സർവകലാശാലകളിലും കോളേജുകളിലും ഗവേഷണം നടത്തുന്നവർക്ക് ഗ്രാന്റുകളോ ഫെലോഷിപ്പുകളോ ലഭിക്കുന്നുണ്ടെങ്കിലും അവർക്കും 1000 രൂപ വീതം നൽകും. 1000 രൂപ വീതം ലഭിക്കാൻ ഹാജർ കൃത്യമായിരിക്കണം. പഠനം ഇടയ്ക്ക് മുടക്കുന്നവർക്ക് ലഭിക്കില്ല. റാങ്ക് നേടുന്നവരെയും മികച്ച പ്രകടനം നടത്തുന്നവരെയും പ്രത്യേകമായി പരിഗണിച്ച് തൊഴിൽ കണ്ടെത്താനുള്ള ജോബ് വാച്ച് ടവറുമായി ബന്ധിപ്പിക്കും. സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും സാമൂഹിക സേവന ഫണ്ടിൽ നിന്നും വിവിധ സ്വകാര്യ ഫെലോഷിപ്പുകളിൽ നിന്നും ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. ഉന്നത പഠനത്തിന് ഇവരെ പ്രോത്സാഹിപ്പിക്കാനാണിത്. റാങ്ക് ജേതാക്കളുടെ വിവരങ്ങൾ സർക്കാർ സംവിധാനത്തിലൂടെ മികച്ച കമ്പനികൾക്കടക്കം കൈമാറും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാനാണ് പ്രാഥമിക നടപടികൾ തുടങ്ങിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആണ് ഇത് വ്യക്തമാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രഖ്യാപിച്ച 5 പ്രധാന ഗ്യാരണ്ടികളിലൊന്നായ ഈ പദ്ധതി വരാനിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിന്റെ ഭാഗമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും ഇതിനായുള്ള പ്രാഥമിക നടപടികൾ ഇതിനകം ആരംഭിച്ചതായുമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പറഞ്ഞത്. സർവകലാശാലകളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഗവർണർ നടത്തുന്ന ഇടപെടലുകളിൽ സർക്കാർ നിശബ്ദത പാലിക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് മന്ത്രി കഴിഞ്ഞ ദിവസം ശക്തമായ മറുപടിയും നൽകി. സർവകലാശാലകളിലെ ഇത്തരം അനാവശ്യ ഇടപെടലുകൾക്ക് തുടക്കമിട്ടത് മുൻപത്തെ LDF സർക്കാരിന്റെ കാലത്താണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. കേരളത്തിലെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ഭരണകാലത്ത് നടന്നത്. സർക്കാരിനോട് ആലോചിക്കാതെ വൈസ് ചാൻസലർമാരെയും സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും നിയമിക്കുന്ന രീതിക്ക് വഴിമരുന്നിട്ടത് LDF സർക്കാരാണെന്നും ഗവർണറുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നതോടെ അത്തരം സമരങ്ങൾ പെട്ടെന്ന് അവസാനിക്കുന്നത് ഒരു ധാരണയുടെ ഭാഗമായിരുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തെയും UDF സർക്കാർ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. CBSE 12ാം ക്ലാസ് ഫലവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിശ്ചിതത്വമാണ് കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ പ്രവേശന പരീക്ഷാ ഫലം വൈകുന്നതിന് കാരണമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക കണക്കിലെടുത്ത് മാർക്ക് ലിസ്റ്റുകൾ സമർപ്പിക്കാനുള്ള തീയതി ജൂൺ 14 വരെ നീട്ടിയിരുന്നു. CBSE ഫലം പൂർണ്ണമായി ലഭ്യമാകുന്നതോടെ മാത്രമേ പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിക്കാൻ സാധിക്കൂ. പ്രവേശന നടപടികൾ വൈകുന്നത് മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ പ്രവേശനത്തെ ബാധിക്കാതിരിക്കാൻ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2026 മെയ്യിൽ അധികാരമേറ്റ VD സതീശൻ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളായിരുന്നു ഇത്. KSRTC ബസ്സുകളിൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യയാത്ര ഉറപ്പാക്കുമെന്ന വാഗ്ദാനം തിങ്കളാഴ്ച അദ്ദേഹം നടപ്പാക്കി. വിവിധ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിച്ചു നൽകും. ഇതുകൂടാതെ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിമാസം 6000 രൂപ നൽകുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയിരുന്നു. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥമാണ് ഈ ആരോഗ്യ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്വന്തമായി തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളായ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ലഭ്യമാക്കും. ഇവ കൂടാതെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക മന്ത്രാലയവും തീരദേശ വികസനത്തിനായി മിഷൻ സമുദ്ര പദ്ധതിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.